ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട. എനിക്ക് 50 വയസ്സാണ്. ആരിഫിക്കയ്ക്ക് എന്തായാലും ഒരു 10 വയസ്സ് കൂടുതലുണ്ടാവും. മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ മതി. അപ്പോ അതെ 63 പിന്നെ പ്ലസ് മറ്റാൾക്കും നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ്. മനസ്സിലായില്ലേ? സ്വന്തം അധ്വാനിച്ച പൈസ എടുത്തുകൊണ്ടുവന്ന് നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ ആരിഫിന്റെ വീടിന്റെ തൊട്ടടുത്ത് 3 സെന്റ് മാത്രം സ്ഥലമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ അവരുടെ സഹപ്രവർത്തകരുമായിട്ട് പോയി. ആ 3 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആരിഫിന്റെ സുഹൃത്തിന് ആ 3 സെന്റ് സ്ഥലം കൂടി ഒരു വലിയ വീട് വെക്കാൻ വേണ്ടി ആ പാവത്തിന് അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും 1 ഇഞ്ച് പോലും കൊണ്ടുപോകില്ല എന്ന് ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും, പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കേസ് LDFന്റെ സ്ഥാനാർത്ഥി ആരിഫൊക്കെ മറക്കുന്നതാണ് നല്ലത്. ഞാൻ അവർക്ക് കരുതലും. ഇത് നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. ആ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. വേറെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരാഴ്ച മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ. നമസ്കാരം. ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഇടതു വലത് സ്ഥാനാർത്ഥികളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പ്രചരണ വേദിയിൽ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇടത് വലത് മുന്നണികൾ നടത്തിയ ചില ക്രമക്കേടുകളുടെ കൃത്യമായ രേഖകൾ എന്റെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട്. അതിന്റെ സസൂക്ഷ്മമായ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പെങ്കിലും ഈ വിവരം, ഈ ബോംബ് ഞാൻ പൊട്ടിച്ചിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ വച്ചു പറഞ്ഞത്. ഈ നാടിനെ കട്ടുമുടിക്കുന്ന ശക്തികൾ അവരാരായാലും ജനത്തിന്റെ പണം കട്ടുമുടിച്ചുകൊണ്ട് ജനത്തിന്റെ വികസന സ്വപ്നങ്ങളെ താറുമാറാക്കിക്കൊണ്ട് ആലപ്പുഴയുടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഇടതു വലത് മുന്നണികൾ ഈ മണ്ഡലത്തെ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവർ ആലപ്പുഴയോട് ചെയ്തത്, ആലപ്പുഴയിലെ തീരദേശവാസികളോട് ചെയ്തത്, ആലപ്പുഴയിലെ സാധാരണക്കാരോട് ചെയ്തത്, അവരുടെ ജനജീവിതം ഇത്ര കണ്ട് ദുസ്സഹമാക്കിയതും ഒരു കാരണവശാലും താഴേക്കിടയിൽ നിന്ന് മേലിലേക്ക് അവരുടെ ജീവിത നിലവാരം ഉയരാൻ പാടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലാഭം മാത്രം കണക്കാക്കിക്കൊണ്ട് ഇടതു വലത് മുന്നണികൾ നടത്തിയ ഈ കരിങ്കൊള്ളയുടെ വിശദമായ വിവരം ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഇത് പുറത്തുവിടും. ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇത് ആലപ്പുഴയിലെ ജനങ്ങൾ അറിയണം. ഇത് നമ്മുടെ പണമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആലപ്പുഴ നിവാസികളുടെ സ്വസ്ഥവും സുഖവുമായ ജീവിത സൗകര്യത്തിന് ഉതകുന്ന തരത്തിലുള്ള ഈ നാടിനെ കട്ടുമുടിച്ചുണ്ടാക്കിയ പണം അത്രയും ഇവർ സ്വരൂപിച്ചിരിക്കുന്നു. ഇതിന്റെ കൃത്യമായ രേഖകൾ എന്റെ കയ്യിലുണ്ട്. കുറച്ച് വിശദാംശങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ചയ്ക്ക് മുമ്പിലെങ്കിലും ഈ ബോംബ് ഞാൻ പൊട്ടിച്ചിരിക്കും. എന്റെ ജനങ്ങളുടെ മുമ്പിൽ സത്യാവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാലും ഈ പോരാട്ടവുമായി ഞാൻ ആലപ്പുഴയുടെ മണ്ണിൽ ഉണ്ടായിരിക്കും. അതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കൂടാതെ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയ ആരിഫ് തന്റെ കൂട്ടുകാരന് വേണ്ടി ഒരു പാവപ്പെട്ട വൃദ്ധമാതാവിന്റെ 3 സെന്റ് പുരയിടം അടിച്ചു മാറ്റാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി. സിറ്റിംഗ് MP ആയ ആരിഫിന്റെ കൂട്ടുകാരന്റെ വീടും പുരയിടവും കുറച്ചുകൂടി വിസ്തൃതിയിലാക്കുവാൻ വേണ്ടി തൊട്ട് ചേർന്ന് കിടക്കുന്ന, അയാളുടെ പുരയിടത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ നിർധനയായ നിരാലംബയായ വൃദ്ധമാതാവിന്റെ 3 സെന്റ് പുരയിടം അവർ കൈക്കലാക്കാൻ ശ്രമിച്ചു. ഇടതു വലതിന്റെ നേതാക്കൾ ആലപ്പുഴയിൽ ഇല്ലാത്തത് കൊണ്ടല്ല ആ വൃദ്ധമാതാവും അവരുടെ മകളും എന്നെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകൾ തുടരുന്നു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആലപ്പുഴയിൽ ഈ വൃദ്ധമാതാവ് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങൾ അതിന് കൃത്യമായ രീതിയിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്യുന്നു. ആരിഫിന്റെ കൂട്ടാളികളും ഒരു കാര്യം മനസ്സിലാക്കണം. ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ആ വൃദ്ധമാതാവിന്റെ ഒരു തരി മണ്ണിൽ പോലും ആരിഫിന്റെ കൂട്ടുകാരനോ കൈകടത്തുകയില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത്. ഇതിൽ രാഷ്ട്രീയമില്ല. BJP-കാരനായാലും കോൺഗ്രസ്കാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ജനങ്ങൾക്ക് ഉതകാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നുവോ അവരെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി പൊതുജനങ്ങൾ എപ്പോഴും കൂട്ടുനിൽക്കണം. നാടിന്റെ വികസന സ്വപ്നങ്ങളോടാണ് ജനങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത്.
ഇതിൽ രാഷ്ട്രീയമായി യാതൊന്നും കാണണ്ട. നാടിനെ കാലാകാലങ്ങളായി കട്ടുമുടിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ കൃത്യമായ രേഖകൾ സഹിതം ഞാൻ ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നതാണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഫലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടത് വലത് മുന്നണികൾക്കെതിരെ ഒരു ശക്തമായ ബോംബ് കരുതി വെച്ചിരിക്കുന്നു. ഈ ബോംബ് ഏത് നിമിഷവും ആലപ്പുഴയുടെ മണ്ണിൽ വീണ് പൊട്ടാം. ജനങ്ങൾ സത്യാവസ്ഥ തിരിച്ചറിയും. തങ്ങളെ ഇത്രയും നാളും കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് നേതാക്കളുടെ കൃത്യമായ മുഖങ്ങൾ ജനം തിരിച്ചറിയും. അവരുടെ പൊയ്മുഖങ്ങൾ ജനം വലിച്ചു കീറും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ എടുത്തെടുത്ത് പറഞ്ഞത്. ആലപ്പുഴയുടെ സാധാരണ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ച പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട. എനിക്ക് 50 വയസ്സാണ്. ആരിഫിക്കയ്ക്ക് എന്തായാലും ഒരു 10 വയസ്സ് കൂടുതലുണ്ടാവും. മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ മതി. അപ്പോ അതെ 63 പിന്നെ പ്ലസ് മറ്റാൾക്കും നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ്. മനസ്സിലായില്ലേ? സ്വന്തം അധ്വാനിച്ച പൈസ എടുത്തു കൊണ്ടുവന്ന് നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ ആരിഫിന്റെ വീടിന്റെ തൊട്ടടുത്ത് 3 സെന്റ് മാത്രം സ്ഥലമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ അവിടെ സഹപ്രവർത്തകരുമായിട്ട് പോയി. ആ 3 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആരിഫിന്റെ സുഹൃത്തിന് ആ 3 സെന്റ് സ്ഥലം കൂടി ഒരു വലിയ വീട് വെക്കാൻ വേണ്ടി ആ പാവത്തിന് അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ആളുകളില്ലാഞ്ഞിട്ടല്ലോ എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും 1 ഇഞ്ച് പോലും കൊണ്ടുപോകില്ല എന്ന് ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും, പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കേസ് LDFന്റെ സ്ഥാനാർത്ഥി ആരിഫൊക്കെ മറക്കുന്നതാണ് നല്ലത്. ഞാൻ അവർക്ക് കരുതലും കാവലുമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാകും. മാത്രമല്ല, കരിമണൽ കത്തയെ കുറിച്ച് കൂടുതൽ പറയേണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കോടിക്കണക്കിന് രൂപ എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിന് അവകാശപ്പെട്ടത് അത് മുടിച്ച് അത് കൊണ്ടുപോയി ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് പണപ്പെട്ടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിടാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഖാവ് അനുവദിക്കരുത്. കോൺഗ്രസുകാരൻ സാധാരണക്കാരൻ അനുവദിക്കരുത്. ലീഗുകാരൻ അനുവദിക്കരുത്. BJP-കാരൻ അനുവദിക്കരുത്. ഇത് നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. ആ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. വേറെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരാഴ്ച മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഈ നാടിനെ മാറ്റണം. ഈ നാടിനെ മാറ്റിമറിക്കണം. നമുക്ക് കിഴക്കിന്റെ വെനീസായിട്ടുള്ള സുന്ദരിയായ റാണിയാക്കി ആലപ്പുഴയെ മാറ്റണം. നമുക്ക് ലോകം ഇങ്ങോട്ടേക്ക് കയർ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യാൻ വരാൻ സാധിക്കുന്ന പഴയ പ്രതാപത്തിലേക്ക് ഈ കയർ ഫാക്ടറികളെ തിരിച്ചു കൊണ്ടുവരണം. അമ്മമാർ വീടിനകത്തിരുന്നു കൊണ്ട് കയർ പിരിച്ചാൽ അത് കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് കയർ ബോർഡ് നേരിട്ട് വന്ന് കയറെടുക്കുന്ന സംവിധാനം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തയക്കാൻ മത്സ്യമേഖലയ്ക്ക് സുഖകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ ഒരു അവസരം നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഫ്ലക്സ് ബോർഡ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ദുഃഖിക്കേണ്ട. ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അരികിലെ ഹൃദയത്തിൽ കൂടെ ഉണ്ടാകും. കാരണം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ എന്റെ നാട്ടുകാരോടൊപ്പം എന്റെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ട്. ഞാൻ എന്റെ ഈ തലപൊട്ടി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ബോധരഹിതയായിട്ട് വീഴുന്നത് വരെ എന്റെ സഹപ്രവർത്തകനെ പോലീസിന്റെ മുട്ടിക്കകത്തു നിന്ന് പിടിച്ചു മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നെ തല്ലി അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് എന്റെ സഹപ്രവർത്തകന്റെ തല തല്ലിപ്പൊളിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ പിറകിലല്ല, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചും നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ അശ്വമേധം നടത്തും. അങ്ങനെ ഒരു ചെറിയ താമരപ്പൂവുമായിട്ട് ആരാധനായ നരേന്ദ്രമോദിജിയെ കാണാനൊരു അവസരം, അതിന് നിങ്ങൾ ഇത്തവണ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ടവരോടും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം സുഹൃത്തുക്കൾക്ക് വരെ, ഇവര് വെറുതെ ഉണ്ടാക്കുന്ന കഥയല്ലേ. നമ്മുടെ പാർട്ടിയുടെ കൂടെയല്ലേ മുഖ്തർ അബ്ബാസ് നഖ്വി, കേന്ദ്രമന്ത്രിയല്ലേ. ഷാനവാസ് ഹുസൈൻ, ബീഹാറിൽ നിന്നുള്ള നേതാവ്, ആരാധനായ ലാൽകൃഷ്ണ അദ്വാനിജിയുടെ കൂടെ ഇരുന്നുകൊണ്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ബീഹാറിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവല്ലേ. നമ്മുടെ കൂടെയല്ലേ നജുമാഹത്തുള്ള, നമ്മുടെ കൂടെയല്ലേ മലപ്പുറത്തെ തങ്ങള്, നമ്മുടെ കൂടെയല്ലേ അറ്റപ്പോയ തങ്ങൾ വന്നത്. നമ്മുടെ പാർട്ടിക്കകത്തേക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ വരികയല്ലേ. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നമ്മുടെ മുന്നിലില്ല. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല, നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ